28 ഒതുലിയത്തിന്റെ സമയമാണ്. രണ്ടാമത്തെ ഭാഗം അതുകൊണ്ട് ബന്ധപ്പെട്ട് മൊത്തമൊക്കെ ആ വിഷയത്തിലേക്ക് നീക്കി. രണ്ടാമത് SYSന്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ നമ്മുടെ നാട് കാണാൻ പ്രവർത്തനം. അതുകൊണ്ട് മുഴുവൻ ആളുകളും എസ്എന്റെ ശേഷം ഉണ്ടായാൽ സന്തോഷമാവും അറിയിക്കും എല്ലാവരും കാണും. മറ്റൊന്ന് അറിയിക്കേണ്ടത് SSFന്റെ അവരൊരു പെരുന്നാൾ കിറ്റിന്റെ വിതരണം നടത്തണം. കാശ് കൊടുത്താൽ 11 സാധനങ്ങൾ, അരി അടക്കമുള്ള പപ്പടം അടക്കമുള്ള 11 സാധനങ്ങൾ അത് വാങ്ങിയാൽ നമുക്ക് പെരുന്നാൾക്ക് സഹായം ചെയ്ത് വിദ്യാഭ്യാസ സംഘടനാ പ്രവർത്തനത്തിന് സഹായിക്കും. ഹജ്ജിന്റെ സമയമാണല്ലോ, അള്ളാഹുവിൽ പോയിട്ടില്ല. അള്ളാഹുത്തല നമുക്ക് നോക്കി ഈ ഉദയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ ഹദീസ് വളരെ ഗൗരവമുള്ള 2 ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ കഴിവുള്ള ആളുകൾ അതിന് പോകാതെന്നാലും അവന് നൂതനമൊക്കെ മരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ മരിക്കാൻ സാധ്യത ഉണ്ട്. അത്രയും ഗൗരവമാണ് ആ സംഭവം. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന കാര്യം ചിന്തിക്കണം. ഹജ്ജ് നിർബന്ധമില്ലാതെ തിരിച്ച ഇസ്ലാം പോയിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് ആ കാര്യം കഴിവുള്ളവർ ശ്രദ്ധിക്കണം. മാറവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. റഹ്മാനായ പടച്ചവന്റെ വേണ്ടി പുറപ്പെട്ട ഞങ്ങളുടെ നാട്ടിലുള്ളവർ മറ്റുനാട്ടിലുള്ളവർ എല്ലാവരും പൂർണ്ണമായ സിയാറത്ത് ചെയ്യാൻ ആ ഉദ്ദേശത്തിനുപരി എല്ലാ കർമ്മങ്ങളും ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരാൻ അവർക്ക് വേണ്ടി പോയി അവിടെ വെച്ച് മരണപ്പെട്ട മാന്യക്കടക്കം മരണപ്പെട്ട ആളുകളുണ്ട്. കടച്ചവർക്ക് എന്റെ നാട്ടിൽ അരകത്ത് മഹമ്മദാജി എന്ന് പറഞ്ഞ ആൾ പോയിലാണ് 5-ാം കൊല്ലം മരണപ്പെട്ടത്. വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അള്ളാഹു വിളിച്ചാൽ അവരെ മരണക്കണക്കാക്കി അറിയില്ല. ഈ 208 ലിസ്റ്റിൽ ഒരു ദിവസം നമ്മുടെ പേര് വരും. ഒരു ദിവസം നമ്മുടെ പേര് വരും. നമുക്ക് ആലോചിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി ആഫിറത്ത് ഞങ്ങളെ ആഫിറത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ മനസ്സിലാക്കണമെന്നുള്ള പേരിൽ വിജയത്തിന്റെ കാശ് നാളെ പരലോകത്ത് വലിയ ഉപകാരമുള്ളതാക്കി തരണം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ മനസ്സിലാക്കണം റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വിളിക്കല്ലാമോ, പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ ഭാര്യമാരെ വിധവകളാക്കരുത് റഹ്മാനെ, മക്കളെ അനാഥരാക്കരുത്. ഒരുപാട് കാലത്തിന് ദീനിൽ ഖിദ്മ ചെയ്യാൻ ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾക്ക് നൽകണമല്ലോ. അവസാനം കൂടെ നാളെ സ്വർഗ്ഗത്തിൽ കൂടാൻ നൽകണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا